ആരാധനാ മഹോത്സവം പ്രസാദ ഊട്ട് നാളെ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവം നാളെ സമാപിക്കും. വിവിധ ക്ഷേത്രാചാര ചടങ്ങുകൾക്കും പ്രമുഖർ അണിനിരന്ന താളമേള വാദ്യഘോഷങ്ങൾക്കും പുറമെ നിരവധി സാംസ്കാരിക പരിപാടികളാണ് ആരാധനയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അരങ്ങേറിയത്. കഴിഞ്ഞ 14 ദിവസങ്ങളിലും പ്രതിദിനം 5000-ലധികം പേർക്ക് കൃത്യനിഷ്ഠയോടെ നടത്തിയ അന്നപ്രസാദ വിതരണമാണ് എടുത്തുപറയേണ്ട മറ്റൊന്ന്. സമാപന ദിവസമായ നാളെ ഞായറാഴ്ച 25,000 പേർക്ക് പ്രസാദ ഊട്ട് വിളമ്പാനുള്ള തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രം ഊട്ടുപുരയിൽ നടക്കുന്നതെന്ന് ഉത്സവാഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജ്യോത്സ്യർ AV മാധവ പൊതുവാളും ജനറൽ കൺവീനർ VP സുമിത്രനും പറഞ്ഞു. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ കലാപരിപാടികളും മറ്റുള്ള ചന്തകളും ഇതെല്ലാം കൊണ്ടാണല്ലോ ഉത്സവമായിട്ട് നിറയുന്നത്. അത് ഭഗവാന്റെ മുമ്പിൽ ഭക്തജനങ്ങൾ ഈ 16 ദിവസവും വന്ന് തൊഴുത് അവരുടെ അഭിഷ്ടകാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. അത് നാനാദേശങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് ഇന്ന് ക്ഷേത്ര ദർശനം നടത്തി. അദ്ദേഹം അവിടുന്ന് ഇവിടെ എത്തി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമിന് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്ക് വരാൻ വന്നതിന് ഇത്രയും നല്ലൊരു യോഗം ഇതിനു മേലെ ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷപ്പെട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അതുപോലെ തന്നെ സിനിമാ നടന്മാരായിട്ടും സാഹിത്യമാരായിട്ടും എല്ലാം അപ്രതീക്ഷിതമായിട്ട് നമ്മളെ തിരുവാളത്തോഴാൻ ഈ വർഷം എത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അന്നദാനം ആ ദിവസം മുതൽ തുടങ്ങിയ അന്നദാനമാണ്. നമ്മുടെ ഇതിൻ്റെ വളണ്ടിയേഴ്സ് അത്രയ്ക്കും ഭക്തി ശ്രദ്ധയോടുകൂടെ ഒരു അപശബ്ദങ്ങളില്ലാതെ ആർക്കും ഒരു വിഷമമില്ലാതെ ആ ക്യൂ സിസ്റ്റമായിട്ട് നിയന്ത്രിച്ചിട്ട് ഭക്ഷണം ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പുറത്തും ഒരഭിപ്രായ വ്യത്യാസമില്ല, ഉള്ളിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിനെ അധ്വാനിക്കുന്നവർക്ക് ഒരു ക്ഷീണം കൊണ്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു വാക്ക് വരെ ഈ പെരുമാണ്ട മുറ്റത്ത് നമ്മൾ കേട്ടിട്ടില്ല. ഒരു അപകടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ലാതെ ഇന്ന് വരെ നമ്മുടെ ക്ഷേത്രം പോയിക്കൊണ്ടിരിക്കും. ഏകദേശം 7,000-8,000 ആൾ വരെ ദിവസവും ഭക്ഷണം കഴിച്ചു വന്നിട്ടുണ്ട്. നാളെയാണ് ഇതിൻ്റെ സമാപനം. ആ സമാപന സമയത്തും അത് നമ്മൾ പ്രസാദ ഊട്ട് എന്നാണ് നമ്മൾ പറയൽ. ഒരു പക്ഷേ ഇവിടെ ഒന്നും വരാൻ സാധിക്കാത്ത വ്യക്തികൾ വന്ന് ഇതുവരെയും പ്രസാദമായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. എങ്കിലും നാളെ ഒരു പ്രസാദ ഊട്ട് വളരെയധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എവിടെ നിന്നാണ് എങ്ങനെയുള്ളവരാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. ഏകദേശം 30-നും 40-നും ഇടയിൽ ആൾക്കാരെ വരുത്തി വന്ന് ദേവദർശനം ചെയ്ത് ആ പ്രസാദം സ്വീകരിച്ചു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതേപോലെ എല്ലാവരോടും ഈ ഒരു സഹകരിച്ച എല്ലാ വളണ്ടിയേഴ്സിനോടും പ്രത്യേകം ഈ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് നന്ദി പറയാനുണ്ട്. നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ഇവരെ നടത്തിക്കൊണ്ട് പോകണം എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷേത്രത്തിന് അകത്തും പുറത്തും അത്യപൂർവമായ ജനത്തിരക്കാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാ ദിവസവും ഉച്ചനേരത്ത് ഒരു 11:30 മണിക്ക് നമ്മൾ ഇവിടെ അന്നദാനം പ്രസാദം തുടങ്ങിക്കഴിഞ്ഞാൽ 4 മണിവരെ ഈ പ്രസാദം ഊട്ടുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിങ്ങൾക്കിപ്പോൾ പുറത്ത് കാണാൻ സാധിക്കും. ഈ 14 ദിവസം ഇപ്പോൾ ഉണ്ടായത് 7,000 മുതൽ 11,000 ആളുകൾ വരെയാണ് ഈ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് തന്നെ ഇപ്പം 8,500 പേര് ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചു. ഈ അവസാനത്തെ ദിവസത്തെ പ്രസാദ ഊട്ട് നാളെ ഈ പയ്യന്നൂരും ഉള്ള മുഴുവൻ ആളുകളും ജാതി മത ഭേദമന്യേ പയ്യന്നൂരിൽ പെരുമാളുടെ പ്രസാദ ഊട്ടിന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു പതിവാണ് ഇവിടെയുള്ളത്. നാളെയും നമ്മൾ 30,000 ആളുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, ഭക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. മുഴുവൻ ഭക്തജനങ്ങളെയും മുഴുവൻ ആളുകളെയും
ജനങ്ങളെയും ഈ നാളത്തെ അന്നദാനത്തിന് ഭക്ഷണം കഴിക്കാനും അതുപോലെ പെരുമാളുടെ പ്രീതിക്കും വേണ്ടി ഇവിടെ എത്തിച്ചേരണം. മുഴുവൻ ആളുകൾക്കും ഈ നമ്മുടെ കഴിഞ്ഞ 2 മാസക്കാലം നമ്മളോടൊപ്പം ഒപ്പം ഈ കമ്മിറ്റി എന്ന നിലയ്ക്ക് 450ഓളം ആളുകൾ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഭവനങ്ങളിലും ഏതാണ്ട് എല്ലാ വീടുകളിലും പോയി ജനങ്ങളെ ക്ഷണിക്കുകയും അവർ ഈ 12 ദിവസവും 14 ദിവസവും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ള ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാടിൻ്റെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാകണം. 20 വർഷത്തോളമായി ക്ഷേത്രത്തിലെ കളഭസദ്യയും പ്രസാദകൂട്ടും ഒരുക്കുന്ന വടശ്ശേരി മങ്കുന്നം ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും സദ്യ ഒരുങ്ങുന്നത്. നന്ദകുമാർ കരിവള്ളൂർ, കൊടക്കാട് നെടുമന ഇല്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, മുരളി വാര്യർ കോറോം തുടങ്ങി 20 പേരോളം സഹായികളായി ഊട്ടുപുരയിൽ ഉണ്ട്. ഉച്ചശീവേലി പുറത്തിറങ്ങുന്നതോടെ ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് വിളമ്പും. ചോറ്, സാമ്പാർ, കൂട്ടുകറി, നെല്ലിക്ക അച്ചാർ, കുമ്പളങ്ങ പച്ചടി, പച്ചക്കായയും പയറും ചേർത്തുള്ള തോരൻ, പാൽപ്പായസം എന്നിവയാണ് നാളത്തെ വിഭവങ്ങൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ കൃഷ്ണൻകുട്ടി മാസ്റ്റർ നയിക്കുന്ന ഓട്ടംതുള്ളൽ, രാത്രി 9 മണിക്ക് വാദ്യരത്നം മടിയൻ രാധാകൃഷ്ണ മാരാർ നയിക്കുന്ന പാണ്ടിമേളം, പയ്യന്നൂർ രാഗസുധയുടെ ഗാനമേള എന്നിവയ്ക്ക് ശേഷം ഭഗവതിത്തറയിൽ നടക്കുന്ന കളത്തില്ലരി ചടങ്ങോടെ 15 നാളായി നടക്കുന്ന ആരാധനാ മഹോത്സവത്തിന് തിരശീല വീഴും. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.